2000-ലധികം വിദ്യാർത്ഥിനികളും അധ്യാപകരും ജീവൻ കയ്യിൽ പിടിച്ച് ഈ പാളം മുറിച്ചു കടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റെയിൽ റോഡ് ക്രോസ് ചെയ്ത് പുറത്തെത്തിയാൽ അത് മഹാഭാഗ്യം. സിഗ്നൽ ഇല്ല. മീറ്ററുകൾ അകലെ പൊട്ടുപോലുള്ള ഒരു സിഗ്നൽ കാണാം. വെയിലുള്ള സമയമാണെങ്കിൽ ആ കാഴ്ചയും നഷ്ടമാകും. ഗേറ്റ് കീപ്പർ 3 മാസമായില്ല. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ടത്. പലപ്പോഴും നമ്മളെല്ലാവരും ആദ്യം ഒരു ഇവിടം വരെ എത്തുമ്പോഴായിരിക്കും അവിടെ നിന്ന് ട്രെയിൻ കാണും, എനിക്ക് ശബ്ദം. അപ്പം ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ട്രെയിൻ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അപ്പം അങ്ങനെ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല, കാരണം അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ there is always a possibility that something could happen. ഈ ദുരവസ്ഥ കേട്ടറിഞ്ഞ് ശശി തരൂർ MP റെയിൽവേ ഡിവിഷണൽ മാനേജർക്കൊപ്പം സ്ഥലത്തെത്തി. MPയോട് പരാതി ബോധിപ്പിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥിനികളും. വിദ്യാർത്ഥിനികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് MPക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഗേറ്റ് തുറക്കാനുള്ള തീരുമാനം കരഘോഷത്തോടെയാണ് കോളേജ് സ്വീകരിച്ചത്. രാജേഷ് അഗർവാലാണ് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഇടപെട്ടു. ഇന്ന് ഈ ഗേറ്റ് തുറക്കും. ഗേറ്റ് കീപ്പറെ നിയമിക്കാനും തീരുമാനമായി. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കോളേജും റെയിൽവേയും സർക്കാരും ഒരുമിച്ച് ചർച്ച നടത്തണമെന്ന് MP നിർദ്ദേശിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.